എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പൂക്കളുള്ള കുറച്ച് ചെടികളായിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ കലാത്തിയ പോലെ സ്പൈഡർ പ്ലാന്റ്, ചിലതരം ഫേണുകൾ, കുറച്ച് പോത്തോസ്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ പേര് കെസിയ. തോട്ടം ടു തട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ചെടികൾ ഭംഗിയായിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഞാൻ ആദ്യം ശ്രദ്ധിച്ച ഒരു കാര്യം സൺലൈറ്റിൻ്റെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കലാത്തിയ, അഗ്ലോണിമ പോലെയുള്ള ഇതുപോലെയുള്ള ചെടികൾ, മിക്ക ചെടികൾക്കും ഡയറക്റ്റ് സൺലൈറ്റ് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഷെയ്ഡിൽ വെച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടും അതുപോലെ നല്ല വെയിലുമാണ്. അപ്പോൾ അത് താങ്ങാനായിട്ട് ഈ ചെടികൾക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഷെയ്ഡിൽ ഇതുപോലെയുള്ള ചെടികൾ വയ്ക്കുക. വെയിലത്തോ അല്ലെങ്കിൽ കുറച്ച് ചൂടാവുമ്പോഴത്തേനും ഈ ചെടികളുടെ ഇലയുടെ അറ്റം കരിയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ചൂട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഷെയ്ഡിൽ ഇതുപോലെയുള്ള ചെടികളൊക്കെ വെച്ച് വളർത്തുക. അപ്പോൾ തന്നെ ഇലകളൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടാവും, നല്ലൊരു തഴപ്പും നല്ലൊരു ഭംഗിയുണ്ടാവും. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ നനയ്ക്കുന്നതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലുള്ള ചെടികളൊക്കെ ഷെയ്ഡിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഒക്കെ നനച്ചാൽ മതി. പിന്നെ നനയ്ക്കുമ്പോൾ തന്നെ വെള്ളം ഇതിൻ്റെ കടയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ചെടിച്ചട്ടിയിൽ കുറച്ച് വലിയ ഹോളൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണം ചെടി വെക്കാനായിട്ട്. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. പക്ഷേ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഇലകളിൽ വെള്ളം, ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം കടക്കിലല്ല ഇലയിൽ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെടി നല്ല ഭംഗിയായിട്ടും നല്ല തഴച്ച് നല്ല ഭംഗിയായിട്ട് ഈ ചെടി ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഞാൻ ഇംഗ്ലീഷ് വളമൊന്നും ഇട്ടിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് കിട്ടുന്ന എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുക്കള വേസ്റ്റ് അതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ വളം ഉണ്ടാക്കുന്നതും എൻ്റെ ചെടികൾക്കൊക്കെ ഇടുന്നതും. അപ്പോൾ അതുപോലെ തന്നെ എല്ലായ്പ്പോഴും പക്ഷേ വളം വാങ്ങിക്കാനായിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള നമുക്ക് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടി നല്ല ഭംഗിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ പൂവുള്ള ചെടികളാണെങ്കിൽ തന്നെയും റോസ്, അതുപോലെ വിങ്ക, അതുപോലെയുള്ള ചെടികൾ, ലെൻഡാന, അതുപോലെയുള്ള ചെടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല വെയിൽ ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ചില ചെടികൾ, പൂവുണ്ടാകുന്ന ചില ചെടികൾക്ക് അധികം വെയിൽ കൊള്ളാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള ചെടികൾ നമുക്ക് വയ്ക്കാൻ. അതുപോലെ പെറ്റൂണിയ പോലെയുള്ള ചില ചെടികൾ നല്ല വെയിലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാടിക്കരിഞ്ഞു പോകും. അപ്പോൾ അതുപോലെയുള്ള ചെടികൾ നമ്മൾ അത്രയും വെയിൽ കൊള്ളാതെ കുറച്ച് സമയം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് നമ്മൾ അതുപോലെയുള്ള ചെടികൾ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. ഈ വിങ്ക പോലെയുള്ള ചെടികൾ നല്ല വെയിലത്ത് നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ചെടികളൊക്കെ 2 നേരം നന്നായിട്ട് രാവിലെയും വൈകുന്നേരവും നനച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെടി വയ്ക്കുമ്പോൾ തന്നെ ഓരോ ചെടികൾക്കും എന്താ വേണ്ടേ, വെയിൽ വേണോ, അതുപോലെ തന്നെ ഷെയ്ഡ് വേണോ, എത്രത്തോളം വെയിലാകാം, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചെടികൾ ഒരു പരിധി വരെ നല്ല ഭംഗിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇനി പൂവ് ഉണ്ടാകുന്ന ചെടികളാണെങ്കിലും നല്ല പോലെ നമുക്ക് പൂക്കൾ തരികയും ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നല്ല വേനലായതുകൊണ്ട്
പൂവുണ്ടാകുന്ന തരം ചെടികൾ നമ്മൾ കൂടുതൽ വെക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് ഇപ്പം നല്ല ഭംഗിയായിട്ട് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. നേരെ മറിച്ച് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിയുമേ പൊതുവെ പൂ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റ് ഈ അഗ്ലോണിമ പോലെയുള്ള കലാത്തിയ അതുപോലെയുള്ള ചെടികൾ നമുക്ക് കുറച്ചും കൂടെ മഴക്കാലം അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ച് ഇതുപോലെയുള്ള ചെടികളൊക്കെ വെച്ച് അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ അതുപോലെ ഷെയ്ഡും ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് അത്യാവശ്യം നല്ല ഭംഗിയിലുള്ളൊരു പൂന്തോട്ടം നമുക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അതായത് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കണേ എന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ എൻ്റെ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ചെടികളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ നിങ്ങൾക്ക് വേണ്ട ചെടികൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.